ശിവായ. മെയ്കണ്ഠദേവൻ്റെ ശിവജ്ഞാനബോധത്തിലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു പദ്യത്തിലേക്ക് നാം കടക്കുകയാണ്. ഉണർ ഒരു അജത്തെ നിൻ ഉണരാത് ഇന്മയിൻ ഇരുതിറൻ അല്ലത് ശിവസത്ത് ആമനെ ഇരണ്ട് വകയിൽ ഇജയ്ക്കുമൻ ഉലകേ. അതായത് ഈശ്വരൻ, ശിവൻ, ദൈവം അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്നത് അറിയപ്പെടുന്നതാണെങ്കിൽ അത് പ്രപഞ്ചം പോലെ നശ്വരവും അസത്തുമായിരിക്കും. ബ്രഹ്മം അറിയപ്പെടുന്നതല്ലെങ്കിൽ അത് അസത്താണ്. അതുകൊണ്ട് ദൈവം അല്ലെങ്കിൽ ബ്രഹ്മം സത്തോ അസത്തോ അല്ലെന്ന് ജ്ഞാനികൾ പറയുന്നു. പിന്നെ ആരാണ് ഈ ബ്രഹ്മം? ബ്രഹ്മം ശിവസത്താണ്. അപ്പോൾ ഇവിടെ ശൈവസിദ്ധാന്തത്തിൻ്റെ കാതലായ ഒരു മഹാസത്യത്തെ മെയ്കണ്ഠദേവൻ വെളിപ്പെടുത്തുകയാണ്. ദൈവം എന്ന് പറയുന്നത്, ബ്രഹ്മം എന്ന് പറയുന്നത് ശിവസത്താണ്. ശിവസത്തിനെയാണ്, ശിവത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അത് മനുഷ്യൻ്റെ ജ്ഞാനം കൊണ്ട് ഇതിനെ അറിയാൻ പറ്റില്ല. ഇത് ശിവമാണോ ചിത്തമാണോ എന്ന് മനുഷ്യൻ്റെ ജ്ഞാനം ഉപയോഗിച്ചറിയാൻ പറ്റില്ല. പിന്നെ അതിനെന്ത് വേണം? തൃക്കണ്ണിലെ ജ്ഞാനം വേണം. മൂന്നാം കണ്ണുകൊണ്ടുള്ള ആ ജ്ഞാനദൃഷ്ടി ഉണ്ടായിരിക്കണം. അതായത് ആ ഏഴാം ഇന്ദ്രിയം, മനുഷ്യനിലുള്ള ഏഴാം ഇന്ദ്രിയം പ്രവർത്തിച്ചാൽ മാത്രമേ, അതായത് ദിവ്യജ്ഞാനം എന്ന് പറയുന്ന അവസ്ഥ, ആ ദിവ്യജ്ഞാനം കൊണ്ട് മാത്രമേ ഈ ശിവസത്തയെ അറിയാൻ കഴിയൂ എന്നാണ് ഈ പദ്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ ശിവസത്ത അറിയണമെങ്കിൽ മൂന്നാം കണ്ണ് തുറക്കപ്പെടണം. അതായത് ദിവ്യദൃഷ്ടി ഉണ്ടാകണം, ദിവ്യജ്ഞാനം ഉണ്ടാകണം. ഈ ദിവ്യദൃഷ്ടിയാണ് ഭഗവത്ഗീതയിൽ അവസാനം വിശ്വരൂപ ദർശനത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണൻ അർജുനന് നൽകുന്നത്. ഈ ദിവ്യദൃഷ്ടിയില്ല എങ്കിൽ, അതായത് ജ്ഞാനദൃഷ്ടിയില്ല എങ്കിൽ ഒരിക്കലും ശിവസത്തയെ കണ്ടെത്താനാവില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ദിവ്യദൃഷ്ടിയാണ്, ദിവ്യജ്ഞാനം, ജ്ഞാനത്തിൻ്റെ ഉത്തുംഗമായ അവസ്ഥ. ജ്ഞാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ, അതായത് സൂപ്പർ മൈൻഡ് എന്ന് പറയുന്ന അതീത മനസ്സിൻ്റെ തലത്തിൽ എത്തിച്ചേരുമ്പോൾ നമ്മുടെ ആജ്ഞാചക്രത്തിൽ വിരിയുന്ന ഈ ജ്ഞാനദൃഷ്ടി കൊണ്ട് മാത്രമേ ശിവസത്തയെ കാണാൻ കഴിയൂ എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകിച്ചും യോഗ സാധനകളെല്ലാം അനുഷ്ഠിക്കുന്നത്. ഈ ക്രിയായോഗ സാധനയ്ക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് വളരെ പെട്ടെന്ന് ഈ കുണ്ടലിനി ശക്തിയെ ആജ്ഞാചക്രത്തിലേക്കും സഹസ്രാരത്തിലേക്കും ഉയർത്തി അങ്ങനെ ദിവ്യജ്ഞാനം, ദിവ്യദൃഷ്ടി നമുക്ക് നൽകുന്നു. അപ്പോൾ ഈ ജന്മത്തിൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ദിവ്യജ്ഞാനം, ശിവജ്ഞാനം നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ ശിവജ്ഞാനം ലഭിക്കുമ്പോൾ നമുക്ക് ശിവത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയും. ഇതാണ് ശൈവ സിദ്ധാന്തത്തിൻ്റെ കാതൽ. അപ്പോൾ യോഗരഹസ്യമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഈ യോഗരഹസ്യത്തിലൂടെയാണ് നാം എല്ലാ ദിവ്യജ്ഞാനവും നേടുന്നത്. ശിവസത്തയെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും യോഗമാർഗം നമ്മെ സഹായിക്കുന്നത്. ഇവിടെ നിത്യാനന്ദ ഭഗവാൻ പറയുന്നൊരു ഭാഗമുണ്ട്. ചിദാകാശഗീതയിൽ അദ്ദേഹം പറയുകയാണ്,
യോഗത്തിലല്ലാതെ കർമ്മവിമുക്തിയില്ല. സത്യമായുള്ള വസ്തുവിനെ അറിയാതെ കർമ്മത്തെ ചുമ്മാ അലങ്കരിച്ചുകൊണ്ട് മാത്രം കർമ്മം നമ്മെ വിട്ടു പോവില്ല. യോഗത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും ജീവൻ മുക്തി എന്ന സ്വരാജ്യമാണ്. ഇതാണ് പ്രാപിക്കേണ്ടത്. അതായത് യോഗാഗ്നി സകല പാപസംഘത്തെയും വേഗത്തിൽ ദഹിപ്പിക്കുന്നു. ആത്മജ്ഞാനവും അതുകൊണ്ടുണ്ടാകുന്നു. ജ്ഞാനം കൊണ്ട് മോക്ഷത്തെയും പ്രാപിക്കുന്നു എന്നാണ് കൂർമ്മപുരാണത്തിൽ പറയുന്നത്. ആദിത്യപുരാണത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. യോഗത്താൽ ആത്മജ്ഞാനമുണ്ടാകുന്നു. യോഗമെന്ന് പറയുന്നത് ആത്മാവിലുള്ള ചിത്തലയമാകുന്നു. അപ്പോൾ മനസ്സ് ആത്മചൈതന്യത്തിൽ സുസ്ഥിരമാകുന്നത് തന്നെ യോഗം. അതുതന്നെ ജീവപരയോഗ ഐക്യമെന്ന യോഗം, ആത്മജ്ഞാനപദം. അതുകൊണ്ട് മാത്രമേ കർമ്മത്തിൽ നിന്ന് മുക്തി ഉണ്ടാവുകയുള്ളൂ. അതിനുള്ള ഉപായമാണ് ചിത്തവൃത്തി നിരോധം എന്ന യോഗസാധന. യോഗസാധന വഴി ചിത്തവൃത്തികളെല്ലാം നശിക്കുമ്പോൾ ആത്മാവ് സ്വമഹിമയിൽ പ്രകാശിക്കുന്നു. ഈ പരമപദമാണ് ആത്മപ്രഭാവമെന്ന ജീവൻ മുക്തിപദമായ ശിവസത്ത. രാജയോഗ പദം ശ്രീകൃഷ്ണഭഗവാൻ അർജുനന് ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്: അല്ലയോ അർജുന, നല്ലവണ്ണം ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന അഗ്നി വിറകിനെ എങ്ങനെ കത്തിച്ച് ഭസ്മമാക്കുന്നുവോ അതേപോലെ ആത്മജ്ഞാന സ്വരൂപമായിരിക്കുന്ന അഗ്നി സകല കർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു. അപ്പോൾ ആത്മജ്ഞാന സ്വരൂപമായിരിക്കുന്ന അഗ്നി സകല കർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു. കർമ്മവിമുക്തിക്കുള്ള യോഗസാധന ചെയ്യാതെ ദേഹത്തിന് അലങ്കാരം കൂട്ടിയതുകൊണ്ട് ദേഹാഭിമാനം വർദ്ധിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ കർമ്മം വിട്ട് മുക്തി പദത്തിലെത്തിച്ചേരുകയില്ല. പലവിധ വേഷങ്ങൾ ധരിച്ച് സന്യാസിയാണ് യോഗിയാണ് എന്ന് അഭിനയിച്ചുകൊണ്ട് ലോകത്തെ വഞ്ചിക്കുക മാത്രമാണ് അത്തരക്കാർ ചെയ്യുന്നത്. വേഷഭൂഷാദികളിലെ കർമ്മവിമുക്തി നിരന്തരമായ യോഗസാധനയാലുണ്ടാകുന്ന ആത്മബോധത്തിൽ നിന്ന് മാത്രം അധിഷ്ഠിതമാണ്. അതിനാൽ ദേഹാഭിമാനം ഉപേക്ഷിച്ച് വാസനാക്ഷയത്തിനും ആത്മബോധത്തിനുമായി യോഗസാധന ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ മാത്രമേ വിഷയവാസനകൾ നശിച്ച് കർമ്മവിമുക്തി ഉണ്ടാവുകയുള്ളൂ. അതാണ് അത്യുത്കൃഷ്ടമായ രാജയോഗപദം. ഇതാണ് കപില മഹർഷി പറയുന്നത്. യോഗം തന്നെ സർവ്വമനുഷ്യർക്കും പരമശ്രേയസ്സും പരമമുക്തിയും നൽകുന്നു. ഇതിന് ശങ്കര ഭഗവത്പാദർ വിവേകചൂടാമണിയിൽ പറയുന്നുണ്ട്. അനാത്മവസ്തുക്കളിൽ നിന്ന് ആസക്തമായ ആളുകളുടെ ദേഹാത്മബുദ്ധി തന്നെയാണ് അവർക്ക് ജന്മജരാമരണാദി ദുഃഖങ്ങൾ ഉണ്ടാക്കാനുള്ള ബീജം. അതിനാൽ നീ അതിനെ നല്ല പോലെ ശ്രദ്ധ ചെയ്ത് നശിപ്പിക്കുക. മനസ്സ് ദേഹാദികളിൽ സഞ്ചരിക്കാതായാൽ പിന്നെ പുനർജന്മത്തിന് ഇടയില്ല. യോഗസാധനയുടെ ലക്ഷ്യം ജീവൻ മുക്തി എന്ന സ്വരാജ്യമാണ്. സ്വരാജ്യമെന്നാൽ ആവരണങ്ങളെല്ലാം നീങ്ങിയ നിജമായ ഭാവം, ആത്മപ്രഭാവം. ശങ്കരാചാര്യർ വീണ്ടും പറയണം: അല്ലയോ ശ്രീ ഗുരു, അവിടുത്തെ കാരുണ്യാതിരേകത്തിൻ്റെ മഹനീയമായ പ്രസാദം കൊണ്ടാണ് എനിക്ക് ആത്മജ്ഞാനമാകുന്ന സ്വരാജ്യ സാമ്രാജ്യത്തിൽ ഈ വൈഭവം ലഭിച്ചത്. ദീനദയാലുവായ ആ ശ്രീ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം, നമസ്കാരം, വീണ്ടും നമസ്കാരം. ഈ പരമപദമാണ് സാധകൻ്റെ ലക്ഷ്യം. ഈ പദത്തെയാണ് ശ്രീകൃഷ്ണൻ വിവരിച്ചു കൊടുക്കുന്നത് അർജുനന്. ശ്രേഷ്ഠമായ മോക്ഷപദത്തെ അവലംബിച്ച് യോഗികൾ എന്നെ പ്രാപിച്ചതിന് ശേഷം ദുഃഖങ്ങൾക്കിരിപ്പിടവും അനിത്യവുമായ ജന്മത്തെ പ്രാപിക്കുന്നില്ല. ഈ സ്വരാജ്യമെന്ന ജീവൻ മുക്തി പദത്തെ പ്രാപിക്കാത്തവർ, ആത്മബോധമില്ലാത്തവർ പിന്നെയും ജന്മമെടുക്കുവാനും അങ്ങനെ നിരവധി ജന്മങ്ങളുടെ നിത്യദുഃഖം അനുഭവിക്കാനും ഇടവരുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യം പ്രകൃതിയിൽ ബദ്ധനായ പുരുഷൻ്റെ
ദേഹത്തിൽ കുടുങ്ങിയ ജീവൻ്റെ മോചനമാണ്. ജീവൻ വാസ്തവത്തിൽ ഈശ്വര സ്വരൂപമാണെങ്കിലും മായാമോഹമെന്ന അജ്ഞാനത്തിൽ സ്വസ്വരൂപത്തെ, നിജമായ ആത്മഭാവത്തെ മറന്ന് ശരീരത്തിൽ അഭിമാനിക്കുന്നതായി നാനാവിധ ക്ലേശങ്ങളുടെയും ദുഃഖങ്ങളുടെയും വേദനകൾ അനുഭവിക്കുന്നു. ഇതിൽ നിന്നുള്ള മോചനമാണ് ആത്യന്തികമായ ദുഃഖനിവൃത്തി. ഇത് യോഗത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവുമാണ്. ഇതുതന്നെ സ്വരാജ്യപ്രാപ്തി എന്ന നിത്യാനന്ദ ശിവപദം. അപ്പോൾ ജീവൻ തന്നെ ശിവമായി മാറും. ഇത് ബൈബിളിലും പറയുന്നത് ഇത് തന്നെയാണ് പറഞ്ഞത്. എല്ലാ മതങ്ങളും ഇത് തന്നെയാണ് പറയുന്നത്. യേശുദേവൻ പറയുന്നത് തന്നെയാണ്. നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി ഇരിക്കുന്ന സത്യമറിയുക, എങ്കിൽ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ട്രൂത്ത് ഷാൽ മേക്ക് യു ഫ്രീ. അതായത് ആത്മതത്വം മനസ്സിലാക്കി ആത്മവിചാരം എന്ന യോഗമാർഗം വഴി ആത്മസാക്ഷാത്കാരം പോകുക എന്നതാണ് സാരം. ഈ സ്വരാജ്യപ്രാപ്തിയാണ് എല്ലാവരെയും ലക്ഷ്യം. അപ്പോൾ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ദസ് ട്രൂത്ത് ഷാൽ മേക്ക് യു ഫ്രീ. സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക്, ശിവത്തിലേക്ക് നയിക്കും. അപ്പോൾ സത്യമാണ് ശിവത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം യോഗമാർഗമാണ് എന്നാണ് മിക്ക വേദഗ്രന്ഥങ്ങളും. അത് ഏത് മതഗ്രന്ഥത്തിൽപ്പെട്ടതായിക്കൊള്ളട്ടെ, ആ മതഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്ന സത്യവചനം. ഓം ശിവായ നമഃ.